ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾക്കൊരു ഷൂട്ടുണ്ട്. ഷൂട്ടല്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റ് വേണ്ടി പുറത്ത് പോയതിന്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാനും ഇതൊക്കെ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ പരിപാടി? വീഡിയോ എഡിറ്റ് ചെയ്യണം. ആളെ കൈമിലുള്ളതാണ് നമ്മളെ സ്ക്രിപ്റ്റ്. പക്ഷെ വേറെ കാര്യം, നമ്മൾ സാധാരണ നമ്മളെ വീഡിയോ സ്ക്രിപ്റ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മളെ സ്പോട്ടിൽ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ റെഫർ ചെയ്തിട്ട് അങ്ങനെ റെഫറൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഒരു ടീമിന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. യെസ്, എന്നാൽ ഈ ഒരു ഗ്ലാസ് ചായ എടുക്ക്. പിന്നെ എനിക്കൊരു പെങ്ങളുണ്ട്. പെങ്ങൾക്ക് വീഡിയോയിൽ ഫേസ് കാണിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് എന്താ വീഡിയോ കാണിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ഹായ് പറയാം. ഒരു ഹായ് പറയാം. അപ്പോൾ ജിമ്മിന് പോകാൻ പോവാണ്. ജിമ്മിന് പോകാൻ പോവാണ്. ഫേസ് കാണിച്ച് ആദ്യമായിട്ടോ ഫേസ് കാണിക്കുന്നത്. സാധാരണ ഫേസ് കാണിക്കില്ല. ഫേസ് കാണിക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഫേസ് കാണിക്കുന്നത്. അപ്പൊ ഇപ്പൊ നീ ചാർജോ? കോഫി വെച്ചിരുന്നാൽ ജിമ്മിന് പോവാ. എത്ര മണിക്കാ ജിമ്മ്? ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതിനെ കൊണ്ട് ഓള് ജിമ്മിന് പോവാണ് അല്ലേ? 4 to 6 അല്ലേ? അപ്പൊ നമ്മള് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ആഷിക്കാക്ക് മാസ് എൻട്രി വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചത് കേട്ടോ. വ്യത്യസ്തമായി നമ്മൾ ഡയറ്റ് ആണ്. അതേമാതിരി തന്നെ കുറച്ച് ന്യൂട്രീഷൻ കാണിച്ച് കുറച്ച് ഫുഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് എള്ളുണ്ട് കഴിക്കാനാണ് പറഞ്ഞത്. ഡയറ്റീഷ്യൻ എള്ളുണ്ട് കഴിക്കാനാണ് പറഞ്ഞത്. എള്ളുണ്ട് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടേ, ഇപ്പത്താക്ക് എന്താ ഒരു മൂഡ് ഓഫ്, എന്തൊരു താല്പര്യക്കുറവായത്. നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടോ? എന്തെങ്കിലും തോന്നി അങ്ങനെ? താല്പര്യക്കുറവൊന്നുമില്ല ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അധികം സംസാരിക്കാറില്ല. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ടാണ്. അല്ല, അത് മാങ്ങ പറിക്കാൻ നിൽക്കല്ലേ. അത് മാങ്ങ ഫുഡല്ലേ അല്ലേ? ചളി അടിക്കാ. ഇപ്പൊ കഴിക്കാന്ന് മേടിക്കാം. ഇന്നലെ മാവിന്റെ മോളോ നമ്മളോട് 4 മണിക്ക് ചായ കുടിക്കാനാ പറഞ്ഞല്ലേ? എല്ലാ ദിവസവും അത് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പാടില്ല. ആഷികൊക്കെ ഒരു പ്രത്യേക ഡയറ്റ് ചാർട്ടൊക്കെ ഉണ്ട്. രാവിലെ 6 മണിക്ക് എണീക്കുക. എന്നിട്ട് എന്താക്കാം, അങ്ങനൊന്നുമില്ല. അത് കുറേ ദിവസത്തേക്കൊന്നുമില്ല, കുറച്ച് ബദാമും അതേപോലെ തന്നെ കറുത്ത മുന്തിരിയും ഒരു 8 എണ്ണം രാത്രി സോക്ക് ചെയ്ത് വെച്ചത് രാവിലെ എടുത്ത് വെറുമായിട്ടിൽ കഴിക്കുക. അത് കഴിഞ്ഞ് 7 കോഫി, പിന്നെ 8 പഴങ്കഞ്ഞി. അതാണ് ആഷിക്കാൻ ആരോഗ്യത്തിന്റെ രഹസ്യം. ആരോഗ്യം എല്ലായിട്ടാണ് ഗൈസ് ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞത്. ആരോഗ്യമൊക്കെ പോയി. അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ പറഞ്ഞത്. 4 മണിക്ക് കഴിച്ചിരിക്കുകയാണെന്നുള്ള സ്ട്രിക്റ്റ്ലി ഓർഡർ ചായ, അല്ലെങ്കിൽ ചായ കുടിക്കേണ്ടെന്ന് പറഞ്ഞത്. അതിന് കോഫി, അതും ചായ കുടിക്കാൻ പാടില്ല അല്ലേ? ബ്ലാക്ക് ടീ ഒന്നും പറ്റില്ല, കോഫി മാത്രം. അതുകൊണ്ടാട്ടോ കോഫി കുടിക്കുന്നത്. കിട്ടായിട്ട് ഈ കളറാണ് കിട്ടിയത്. ശരിക്കും എള്ളുണ്ട് വേറെ കളറിലുണ്ടാവുക. വെള്ള കളറിലുള്ള എള്ളുണ്ടാവും, കറുത്തുണ്ട്. എനിക്ക് തോന്നുന്നു കറുത്തുള്ള നല്ലതെന്ന് തോന്നുന്നു. നല്ല അറിയില്ല കേട്ടോ. നീ എന്താ തിന്നത്? ഫുഡ് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാറുള്ളൂ. 2 ദിവസം ഇത് നമ്മള് ഇത് ആദ്യമായിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പേ അതേമാതിരി നമ്മൾ ഡോക്ടർ കാണിച്ച സമയത്ത് എന്താ പറയുക, സ്ട്രിക്റ്റ്ലി ആയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണോ, ഡയറ്റ് കുറേ ഫുഡ് ചാർട്ടൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 1 വീക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തോന്നിയായിരിക്കും. ഇപ്പം അതേമാതിരി തന്നെ പിന്നെ ഫുഡാണ്. അത് മാത്രമല്ല, പിന്നെ ഓൾക്കില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഉമ്മമാരൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരെന്തേ ഉണ്ടാക്കിൻ്റെ കഴിക്കാൻ പറയും. ഞാൻ അതിലങ്ങ് വീണു എനിക്ക് അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയായി. പിന്നെ 3 ദിവസമായി. 3 ദിവസമായിട്ട് ഇപ്പോൾ കറക്റ്റ് പക്ക